നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മെയ് 25 കടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പൽ അതിന്റെ പല ഭാഗങ്ങളും കടലിൽ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. അത് ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ്. MSC എൽസ 3 കപ്പലിൻ്റെതെന്ന് കരുതുന്ന കണ്ടെയ്നറിന്റെ ഭാഗം തിരുവനന്തപുരം കോവളം കടലിനടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കപ്പൽ മുങ്ങിയ ശേഷം ഇതാദ്യമായാണ് കണ്ടെയ്നറിന്റെ സാന്നിധ്യം കടലിനടിയിൽ കണ്ടെത്തുന്നത്. കോവളം അശോക ബീച്ചിന് സമീപം കടലിൽ പണിയെടുക്കുന്ന ചിപ്പി തൊഴിലാളികൾ നൽകിയ സൂചന. ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് കണ്ടെയ്നർ ഭാഗം കണ്ടെത്തിയത്. 2 ദിവസം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇവിടെ നിന്നും കണ്ടെയ്നർ കണ്ടെത്തിയിരിക്കുന്നത്. കോവളത്തെ മുക്കമ്മലയുടെ തുടർച്ചയായി കടലിനടിയിലുള്ള പാറപ്പാരുകൾക്കിടയിലായി മണ്ണിൽ പുതഞ്ഞ നിലയിലായിരുന്നു ഈ കണ്ടെയ്നർ കണ്ടെത്തിയത്. തിരുവനന്തപുരത്തെ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ്, കൊച്ചിയിലെ സ്കൂബ ഡൈവേഴ്സ് എന്നിവർ ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. എന്തായാലും ഒരു ഭാഗവും കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. അതും മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. മെയ് മാസത്തിൽ മുങ്ങിയതാണ്. ഇപ്പോൾ ഇത് നവംബർ മാസം എത്തി നിൽക്കുന്നു. ഇത്രയും മാസങ്ങൾക്ക് ശേഷമാണ് അത് കോവളത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. പല ഭാഗങ്ങളും ഇത്തരത്തിൽ കടലിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെ തീരങ്ങളിൽ ചെന്ന് അടിയുമെന്നത് കണ്ടെത്തുക എന്നത് വളരെ വലിയ ദൗത്യം തന്നെയാണ്. മെയ് 25 കടലിൽ മുങ്ങിയ എൽസ 3യുടെ കപ്പലിൻ്റെതെന്ന് കരുതുന്ന കണ്ടെയ്നർ ഭാഗം കോവളത്തെ കടലിനടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ്. മുങ്ങിയ കപ്പലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. കപ്പൽ മുങ്ങിയ ശേഷം കണ്ടെയ്നറുകൾക്കായി നാവികസേന തിരച്ചിലുകൾ നടത്തി, പക്ഷേ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതേസമയം കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പൽ പൂർണ്ണമായും ഉയർത്താനുള്ള ദൗത്യം എളുപ്പമല്ല എന്ന് കമ്പനി അധികൃതർ പ്രതികരിച്ചിരുന്നു. ദൗത്യം 1 വർഷത്തോളം നീളുമെന്നായിരുന്നു കമ്പനി അധികൃതർ വ്യക്തമാക്കിയത്. കപ്പലിനുള്ളിലെ എണ്ണ നീക്കം ചെയ്യൽ അടക്കമുള്ള പ്രവൃത്തികളൊക്കെ നടന്നിരുന്നു. 10 ദിവസത്തിനകം ഇത് പൂർത്തിയാക്കുമെന്നൊക്കെ അന്ന് തന്നെ അറിയിച്ചതാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.3 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു MSC എൽസ 3 കപ്പൽ മുങ്ങിയത്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാവില്ലെന്ന നിലപാടിൽ മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി നിലപാട് മാറ്റിയിരുന്നില്ല. കപ്പൽ അപകടം കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നാശമുണ്ടായിട്ടില്ല എന്നതടക്കമുള്ള ഒരു നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. അഡ്മിറാലിറ്റി സ്യൂട്ട് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. കപ്പൽ അപകടം സംഭവിച്ചത് സംസ്ഥാനത്തിന്റെ സമുദ്ര അധികാര പരിധിക്ക് പുറത്താണ്. മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനാണ് അധികാരം തുടങ്ങിയ കാര്യങ്ങളാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കോടതിയിൽ വ്യക്തമാക്കിയത്. ഈ കപ്പൽ അപകടത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തിരുന്നു. MSC എൽസ 3 കണ്ടെയ്നർ കപ്പൽ ഉടമയാണ് കേസിലെ 1ാം പ്രതി. ഷിപ്പ് മാസ്റ്റർ 2ാം പ്രതി, ഷിപ്പിംഗ് ക്രൂ 3ാം പ്രതിയുമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മനുഷ്യജീവൻ അപകടമുണ്ടാക്കും വിധം ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്തുവെന്ന നിലയിലായിരുന്നു കേസെടുത്തത്. മാത്രമല്ല ഈ ഒരു സംഭവം അത് കോടതി കയറിയ സംഭവമാണ്. 1200 കോടി രൂപ കമ്പനി കെട്ടിവയ്ക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. പണം കെട്ടിവെച്ചതിന് ശേഷമായിരിക്കും അറസ്റ്റ് ചെയ്ത MSC അഗിറ്റേറ്റ 2 എന്ന കപ്പൽ വിട്ടയക്കുക എന്നതടക്കമുള്ള ഉപാധികളൊക്കെ മുന്നോട്ട് വച്ചത് നമ്മൾ കണ്ട കാഴ്ചയാണ്. കപ്പലിന്റെ ഉടമകളായ MSC ഷിപ്പിംഗ് കമ്പനിക്കെതിരെ ഫയൽ ചെയ്ത സ്യൂട്ടിൽ 9531 കോടി രൂപ നഷ്ടപരിഹാരമാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. അപകടത്തെ തുടർന്ന് എണ്ണച്ചോർച്ചയടക്കം പരിസ്ഥിതിക്കുണ്ടായ മലിനീകരണം, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ഉപജീവനമാർഗ നഷ്ടം, കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നും പുറന്തള്ളിയ മാലിന്യങ്ങൾ നീക്കൽ എന്നിവ ചൂണ്ടിക്കാട്ടിയായിരുന്നു നഷ്ടപരിഹാരം തേടിയത്. കൊച്ചി തീരത്തു നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ മെയ് 24 ചരക്കു കപ്പൽ ചരഞ്ഞത്. തൂത്തുക്കുടി, വിഴിഞ്ഞം, കൊച്ചി, മംഗളൂരു കടൽമാർഗ സർവീസ് നടത്തുന്ന MSC എൽസ 3യിൽ 643 കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. പുറം കടലിൽ ലൈബീരിയൻ ചരക്കു കപ്പൽ MSC എൽസ 3 മുങ്ങിയ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയൊക്കെ അന്ന് തീരദേശത്തെ ജനങ്ങൾക്കൊക്കെ ഉടലെടുത്തിരുന്നു. കാരണം രാസവസ്തുക്കൾ ഉണ്ടാകും ഈ ഒരു കണ്ടെയ്നറുകളിൽ, അത് കടലിൽ ഒഴുകിയാൽ ഉണ്ടാകാവുന്ന ആപത്തുകൾ, അങ്ങനെ ഒരുപാട് ആശങ്കകൾ സംസ്ഥാനത്തിന് ഉണ്ടായിരുന്നതാണ്. കപ്പലിന്റെ ഉടമയായ MSC കമ്പനിയെ 1ാം പ്രതി ആക്കി കേസെടുത്തതും ആ ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്നിരിക്കെ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കും വിധം അപാകമായും ഉദാസീനമായും ചരക്കു കപ്പൽ കൈകാര്യം ചെയ്തുവെന്നായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയ FIR. മാത്രമല്ല
ഈ കണ്ടെയ്നറുകളിൽ നിന്നും വിനാശകരമായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറന്തള്ളപ്പെട്ടത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്കിടയാക്കിയെന്നും പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ചെന്നും കപ്പൽ ചാലിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും സഞ്ചാരം നടത്തുന്ന യാനങ്ങളുടെ പൊതുസഞ്ചാരത്തിന് മാർഗതടസ്സം ഉണ്ടായി എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾ എഫ്ഐആറിൽ ചുമത്തിയിരുന്നു. 643 കണ്ടെയ്നറുകളുണ്ട്. ഇതിൽ 100ഓളം എണ്ണം കടലിൽ മുങ്ങി. 13 എണ്ണത്തിൽ അപകടകരമായ കാൽസ്യം കാർബൈഡ് അടങ്ങിയ ചരക്കുകളായിരുന്നു. 73 കണ്ടെയ്നറുകൾ ശൂന്യമായിരുന്നു. കപ്പൽ ടാങ്കുകളിൽ 84 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു. എന്തായാലും കപ്പൽ ഉടമയ്ക്കെതിരെ അന്ന് തന്നെ കേസെടുത്തതാണ്. സിം ഷാജി എന്നയാളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് BNS 282, 285, 286, 287, 288, 3, 5 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം വലിയ രീതിയിലുള്ള ആശങ്കയാണ്, പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ച ദിനങ്ങളായിരുന്നു അന്ന്. ഈ കപ്പലിനെതിരെ പോലീസ് കേസെടുക്കാത്ത നടപടിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. കേസെടുക്കില്ലെന്ന് തുറമുഖ മന്ത്രിയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കപ്പൽ കമ്പനിയായ MSCക്കെതിരെ ഇപ്പോൾ കേസെടുക്കാനാകില്ലെന്നും നഷ്ടപരിഹാരം മതിയെന്നുമായിരുന്നു ആദ്യ തീരുമാനം. വിഴിഞ്ഞം തുറമുഖവുമായി MSC കമ്പനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും കേരളത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച ബന്ധം ആവശ്യമാണെന്നുമായിരുന്നു സർക്കാർ ആദ്യം സ്വീകരിച്ച നിലപാട്. ഇക്കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാർ തീരുമാനത്തോട് കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ അനുകൂല നിലപാടായിരുന്നു. കപ്പൽ അപകടത്തിൽ കേസെടുക്കാൻ വൈകിയിട്ടില്ല എന്ന് തുറമുഖ മന്ത്രി VN വാസവൻ പറഞ്ഞിരുന്നു. കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും പരിശോധന നടത്തിയിരുന്നു. ആ റിപ്പോർട്ട് വരുന്നതേയുള്ളൂ എന്നുമായിരുന്നു മന്ത്രിയുടെ അന്നത്തെ നിലപാട്. പക്ഷെ പിന്നീട് കേസെടുക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. കപ്പലിന്റെ ഇന്ധനം കടലിൽ ഏതാണ്ട് 2 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ വ്യാപിച്ചു എന്ന വിവരമൊക്കെ അന്ന് കിട്ടിയതാണ്. എണ്ണപ്പാട നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങളുള്ള കോസ്റ്റ് ഗാർഡിന്റെ പട്രോൾ യാനം ICGS സക്ഷം ഇതിനുള്ള ഊർജിത ശ്രമത്തിലായിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും വലിയ ഓഫ്ഷോർ പട്രോൾ യാനമായ ICGS സമർത്തും കപ്പൽ മുങ്ങിയ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. എന്തായാലും ഒരു കണ്ടെയ്നർ മാസങ്ങൾക്കിപ്പുറം കോവളം തീരത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി എത്ര കണ്ടെയ്നർ ഇത്തരത്തിൽ കണ്ടെത്താൻ കിടക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കാപരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.